നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് മനഃപൂർവ്വം പറഞ്ഞതിന് ശേഷം, അതിനെപ്പറ്റി നമ്മള് ചോദിക്കുമ്പോ ഒന്നും അറിയാത്ത ഭാവത്തില് "ഞാനത് വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ലേ. അതിനെ ഇത്ര കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ?" എന്ന് ചോദിക്കുന്ന ചില ആളുകൾ ചുറ്റിലുണ്ടോ? ഇങ്ങനെയുള്ള ചില തമാശകളെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, അവർക്ക് ഇത് ഇവിടെ പറയേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ എന്ന്. ഇങ്ങനെയുള്ള തമാശകള് നമ്മളെ പലപ്പോഴും വേദനിപ്പിക്കുമെങ്കിലും, നമ്മളില് പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതിനോട് അവിടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനോടൊന്നും പ്രതികരിക്കാതിരിക്കും. എന്നാല് ഇത്തരം തമാശകള് മേക്കപ്പ് ഇട്ട വിമർശനങ്ങളാണെന്നോ, അത് നമ്മളെ ഏതൊക്കെ വിധത്തില് ബാധിക്കുന്നെന്നോ ഒന്നും നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. നമുക്ക് നോക്കാം, നമ്മൾ കാര്യമായി ശ്രദ്ധ കൊടുക്കാത്ത, പുറമെ വലിയ അപകടകാരിയായി ഒന്നും തോന്നാത്ത, എന്നാലും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം നമ്മളെ ബാധിക്കാൻ ശക്തിയുള്ള വേദനിപ്പിക്കുന്ന തമാശകളുടെ മനഃശാസ്ത്രവും അതിനോട് നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതും. ആദ്യമായിട്ട് എങ്ങനെയുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് ലോ സെൽഫ് എസ്റ്റീം, അതായത് ആത്മാഭിമാനം വളരെ കുറഞ്ഞ ആളുകൾ. അതായത് സ്വയം ഒരു വിലയുണ്ട് എന്ന് അവർക്ക് തോന്നുന്നത് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുമ്പോഴാണ്. രണ്ടാമതായിട്ട് മറ്റൊരാളുടെ മേല് അമിതമായി അധികാരം സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ. മൂന്നാമതായിട്ട് ആരോടെങ്കിലും ഉള്ളില് വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അത് നേരിട്ട് പറയാതെ പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയായിട്ട് അങ്ങനെയുള്ള ആളുകൾ ഇത്തരം പ്രവൃത്തികളെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നാലാമതായിട്ട് അമിതമായി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ. അത് മറ്റൊരാളുടെ വികാരങ്ങളെ മുറിപ്പെടുത്തിക്കൊണ്ടായാലും അവർക്ക് അതിൽ യാതൊരു പ്രശ്നവും. അടുത്തതായിട്ട് സ്വന്തം ജീവിതത്തില് സംതൃപ്തിയില്ലാത്ത ആളുകൾ. അവർക്ക് ഒരു മാനസിക സംതൃപ്തി ലഭിക്കാനായിട്ട് അവർ മറ്റുള്ളവരോട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. അതായത് സ്വന്തം കുറവുകളെ മറയ്ക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് അവർ ഇത്തരം പ്രവർത്തികൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവരുടെ മറുപടി ഒന്നുകിൽ അത് ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതായിരുന്നു എന്ന് പറയുക, അതല്ലെങ്കിൽ അവര് സാധാരണ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളരെ സെൻസിറ്റീവ് അല്ലെങ്കിൽ ഇമോഷണൽ ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ വിഷമം ഉണ്ടായത് എന്ന് പറഞ്ഞ് ആ കുറ്റം നമ്മളിലേക്ക് തിരിച്ച് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. നമ്മൾ ഒരാളെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് അവർക്ക് വേദനിച്ചു എന്ന് പറയുമ്പോൾ, ഞാൻ വേദനിപ്പിക്കാനൊന്നും ഉദ്ദേശിച്ചില്ല, വെറുതെ തമാശയ്ക്ക് ചെയ്തതാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണിത്. ചെയ്യാനുള്ള ഉപദ്രവം എന്തായാലും നമ്മൾ ചെയ്തു, പക്ഷെ അത് വെറും തമാശയാണ് എന്ന് പിന്നീട് അതിനുശേഷം നമ്മൾ ഭാവിക്കുന്നത് പോലെ. ഇത്തരം പ്രവൃത്തികളെ നമ്മൾ പലപ്പോഴും കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷെ കുറെ കാലം നമ്മൾ ഇങ്ങനെയുള്ള ആളുകളോടൊപ്പമാണ് ഉള്ളതെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഒക്കെ ഇല്ലാതാവാനും, നമ്മൾ തന്നെ നമ്മുടെ മൂല്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും ഒക്കെ എത്തിച്ചേരാനായിട്ട് വേറെ കാരണം ഒന്നും തന്നെ വേണ്ട. അത് കാര്യമാക്കേണ്ട, പോട്ടെ, സാരമില്ല എന്ന് നമ്മൾ ഓരോ പ്രാവശ്യം പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ അത് മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ വികാരങ്ങൾക്ക് വിലയുണ്ട്. ഇത്തരം പെരുമാറ്റങ്ങൾ നമ്മൾ വെറുതെ സഹിച്ചുകൊണ്ടിരിക്കേണ്ടതല്ല എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളോട് സമീപിക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, അത് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് അവരോട് തുറന്നു പറയുക എന്നുള്ളതാണ്. അവരുടെ ആ രീതിയിലുള്ള സംസാരം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവർക്ക് ഉടനെ തന്നെ മനസ്സിലാവും. നമ്മളില് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ സാധാരണ അവിടെ ചെയ്യുന്നത് വെറുതെ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയോ, അതല്ലെങ്കിൽ ഒന്നും വിഷമിച്ചിരിക്കുകയോ ഒക്കെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. അത് അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് നമ്മൾ ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ അവര് പലപ്പോഴും അത്തരം കാര്യങ്ങൾ വീണ്ടും പ്രവർത്തികളുടെ ലെവല് കൂട്ടിക്കൊണ്ടേയിരിക്കും. അവസാനം നമുക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായി കഴിയുമ്പോൾ ആ ബന്ധവും ചിലപ്പോൾ വല്ലാതെ വഷളായിരിക്കും. രണ്ടാമത്തെ കാര്യം, അവിടെ ശരിയായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരാള് തന്നെയാണ് ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്ക് നമ്മുടെ കാര്യത്തിൽ എത്രത്തോളം ഇടപെടാം എന്നുള്ളതിന് കൃത്യമായ ഒരു അതിർവരമ്പ് വയ്ക്കുക. ഇതും നമ്മളിൽ പലരും ശരിയായിട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞതുപോലെ അവര് എല്ലാ പരിധിയും ലംഘിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവസാനം ആ ബന്ധം വല്ലാതെ വഷളാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. മൂന്നാമതായി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ആളുകൾ ഈ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അതിനോട് പ്രത്യേകിച്ച് ഒന്നും പ്രതികരിക്കാതെ, ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഒരു ചെറു പുഞ്ചിരിയോടെ നിശബ്ദമായി ഇരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോ നിശബ്ദത വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു എന്ന് പറയാറുണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അവര് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു എഫക്റ്റ് അത് നമ്മളിൽ ഉണ്ടാക്കിയില്ല എന്ന് നമ്മൾ ഒന്നും പറയാതെ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റും. നാലാമത്, ഇത്തരം പ്രവൃത്തികളോട് സമീപിക്കാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രീതി,
അവര് ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കുക, വേദനിപ്പിക്കുക എന്നൊക്കെയുള്ളതായിരിക്കാം ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഒന്നും പ്രതികരിക്കാതെ, അല്ലെങ്കിൽ അവിടെ ഒരു അമിതമായ ഒരു വിശദീകരണത്തിന് ഒന്നും പോകാതെ തമാശ മട്ടില് തിരിച്ച് അതിനുള്ള ഒരു മറുപടി കൊടുക്കുക. അവരുടെ ഉദ്ദേശം നടന്നില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലാകുകയും ചെയ്യും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സമാധാനവും സന്തോഷവും ഒക്കെ സംരക്ഷിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തമാശക്കാര് ആരെങ്കിലും നമ്മുടെ ചുറ്റിലും ഉണ്ടെങ്കിലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഇത്തരം പ്രവർത്തികൾ കൊണ്ട് നമ്മൾ എന്താണെന്നോ നമ്മുടെ വില എന്താണെന്നോ ഒന്നും അല്ല കാണിക്കുന്നത്. പകരം അവരെന്താണ്, അവരുടെ മനസ്സെങ്ങനെയാണ് എന്നൊക്കെയാണ് അവരുടെ ഇത്തരം പ്രവർത്തികളിലൂടെ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് പ്രശ്നം നമുക്കല്ല, ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണെന്നുള്ളത്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇത്തരം പ്രവർത്തികളൊന്നും ഒരു തരത്തിലും ബാധിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ നേരിടേണ്ടി വന്നാൽ അതിനോട് ഈ രീതിയിൽ ഒന്ന് സമീപിച്ചു നോക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.